ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 6 മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 3 പേർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ 6 എണ്ണം എടുത്തിരിക്കുന്നത്. പാനിൽ വെള്ളമൊഴിച്ച് ഈ മുട്ട പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. മുട്ട എല്ലാം പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം ഇളക്കി നല്ലതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർക്ക് എടുത്ത് നമുക്ക് അതിന് ചെറിയ ചെറിയ ഹോളുകൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ സ്വല്പം മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് ഇട്ട് നമുക്ക് അത് ഒന്ന് ഇളക്കി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള അതിലിട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഫ്രൈ ആക്കി പൊരിയെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആവണം. അത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ വിതറി കൊടുക്കാൻ വേണ്ടിയാണ്. ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ ഉള്ളി ഫ്രൈ ആക്കിയ ബാക്കി എണ്ണയിൽ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട, മസാല ചേർത്ത് ഇളക്കി വെച്ചിരുന്ന ആ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കാൻ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അതിന് ഹോളിട്ടത് ഇത് ഫ്രൈ ആക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് ഞാനതിന് ഹോളിട്ടത്. മുട്ട ഇതുപോലെ ഫ്രൈ ആക്കിയാൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഫ്രൈ ആക്കിയില്ലേലും കുഴപ്പമില്ല, ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇത് ഫ്രൈ ആക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. മുട്ട ഫ്രൈ ആയി അത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് 2 കറുവപ്പട്ട, 4-5 ഗ്രാമ്പു, 2 പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിൽ ചെറുതായിട്ടരിഞ്ഞ 2 സവാള അതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറുതായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉടച്ച 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചിടാം. ഇതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ട ഓരോന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട 3 എണ്ണം ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പകുതി ഇതിൻ്റെ മുകളിൽ വിതറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര അരിയാണോ നമ്മളെടുത്തത് ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ട, വീണ്ടും ഞാൻ വെച്ചിരുന്ന 3 മുട്ടയുണ്ട്, അത് 3 ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നമുക്ക് വെന്തോന്ന് നോക്കാം. ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും. ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ചെയ്ത ഉള്ളി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.